my dear physics warriors, welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam ചാനലിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡു ഓർ ഡൈ ടോപ്പിക്സ് ഇൻ ഫിസിക്സ് ഫോർ കീം. ഓക്കെ, കീമിന് വേണ്ടിയിട്ട് നിങ്ങൾ വളരെയധികം സിൻസിയർ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് മിനിറ്റിൽ എല്ലാം കൂടെ തലയിൽ കയറ്റി വയ്ക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പഠിച്ചതും പോവും, ഇനി പഠിക്കാനിരിക്കുന്നത് കിട്ടാനും പോകുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ ഇരിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാരണം മസ്റ്റായിട്ടും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ്, ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നാണ്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്, ഇത്രയും കാര്യങ്ങളൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന നിങ്ങൾ ഇനി പേടിക്കേണ്ട. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ വളരെ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ, ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ നന്നായി വൃത്തിക്ക് പഠിച്ചു പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് എന്ന് കരുതി ഇത് മാത്രം ലിമിറ്റ് ചെയ്യരുത്. ഡെഫിനറ്റ്ലി ഇനിയുമുള്ള ഇതിൽ മെൻഷൻ ചെയ്യാത്ത ടോപ്പിക്സും ചാപ്റ്റേഴ്സും ഒക്കെ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. പക്ഷേ എല്ലാം കൂടെ തലയിൽ കയറ്റി വെക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. ഇത് തന്നെ ഫോളോ ചെയ്യാനും പറ്റും. എക്സ്ട്രാ ടൈം കിട്ടുവാണ്, കുറച്ചും കൂടെ നിങ്ങൾ റിലാക്സ്ഡ് ആയും തോന്നുവാണെങ്കിൽ അഡീഷണൽ ടോപ്പിക്സ് പഠിക്കാൻ മറക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. യെസ്, അപ്പം അഗെയിൻ വെൽക്കം ടു വേദാന്തു മലയാളം ചാനൽ. എല്ലാവർക്കും വേദാന്തു മലയാളം ചാനലിലേക്ക് സ്വാഗതം. സോ കീമിന്റെ ഒരു ഫുൾ പാക്കേജ് ആയിട്ടാണ് വേദാന്തു മലയാളം നിങ്ങളിലോട്ട് എത്തുന്നത്. മറ്റെവിടെയും നിങ്ങൾക്ക് കാണാത്ത ഒരു ഓഫർ ആയിരിക്കും ഇത്. കീമിന്റെ എല്ലാത്തരം വീഡിയോസും, ഓക്കെ, നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് വീഡിയോസ് വേണം, അക്കാഡമിക്സ് ആണെങ്കിലും മോട്ടിവേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് അറിയേണ്ട കുറച്ച് ഡൂസ് ആൻഡ് ഡോൺസ് ആണെങ്കിലും എല്ലാ ടൈപ്പ് വീഡിയോസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ, അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. സോ യെസ്, നമുക്ക് ബാക്കി അവസാനം പറയാം. ഓക്കെ, സോ +1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിലാണ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട രണ്ട് ഭാഗം എന്ന് പറയുന്നത് കുറേ വർഷങ്ങളായിട്ട് വന്നിട്ടുള്ള ഏരിയ. അതായത് നമ്മളിപ്പം ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഫിസിക്സിൽ നിന്നും യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്സിൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇറേഴ്സും ഡയമെൻഷൻസും, എസ്പെഷ്യലി നിങ്ങൾ ഈ കോൺസ്റ്റൻസിൻ്റെ ഒക്കെ ഡയമെൻഷൻസ് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ അത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളൊരു മെത്തേഡെങ്കിലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ആൻഡ് ഇത് കുറേയൊക്കെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒരു ക്വസ്റ്റ്യന് കിട്ടുന്നത് വളരെ നിസ്സാര സമയമാണ്. 1 മിനിറ്റാണ് നമുക്ക് എന്താ പറയുന്നത് കിട്ടുന്നത്. അപ്പം അതിനിടയ്ക്ക് നമ്മൾ എന്താ പറയുന്നത് ഈ 1 മിനിറ്റ് തന്നെ ചെയ്യാൻ പറ്റാത്ത കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് കോമ്പൻസേറ്റ് ചെയ്യണമെങ്കിൽ ഇത്തരം ചോദ്യങ്ങളൊക്കെ അത്യാവശ്യം നിങ്ങൾ പ്രിപ്പയർ ആയിട്ട് പോവുകയാണെങ്കിൽ ആ സമയമൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു ഇത് കാണുമ്പോൾ തന്നെ ഓക്കെ ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് നിങ്ങൾക്ക് എഴുതാവുന്ന കുറച്ച് ഏരിയയാണ് ഈ ഡയമെൻഷൻസ് ഒക്കെ. സോ അത് പഠിച്ചു പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ നിങ്ങൾക്ക് ടൈം സേവ് ചെയ്യാനും മറ്റു ക്വസ്റ്റ്യൻസിലോട്ട് കുറച്ച് അഡീഷണൽ ടൈം കൊടുക്കാനും സാധിക്കും. അത് എന്താ പറയുക, ഓർത്ത് വെച്ചിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സോ ഇറേഴ്സ് ആൻഡ് ഡയമെൻഷൻസ് മറക്കാതെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മോഷനിനെ സ്ട്രേറ്റ് ലൈൻ, മോഷനിനെ പ്ലെയിൻ, ലോസ് ഓഫ് മോഷൻ. അതിൽ ആദ്യം തന്നെ ഞാൻ ലോസ് ഓഫ് മോഷനെ പറ്റി പറയാം. ലോസ് ഓഫ് മോഷനെ പറ്റി പറയുമ്പം എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ട്രിക്കിയാണ്. ലൈക്ക് ചില വർഷങ്ങളിൽ ഇതിൽ നിന്നും ഒരൊറ്റ ചോദ്യം പോലും വന്നിട്ടില്ല, പക്ഷെ ചില വർഷങ്ങളിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ലോസ് ഓഫ് മോഷനിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, വരില്ല എന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. അപ്പൊ നമ്മൾ ലോസ് ഓഫ് മോഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം ഫോക്കസ് ചെയ്യാം. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ലോസ് ഓഫ് മോഷന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എൻറ്റയർ ചാപ്റ്റർ നിങ്ങൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട. പക്ഷേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എന്താ പറയുന്നത് ഒരു 5-10 വർഷം പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. 5 വർഷത്തെങ്കിലും എടുത്തിട്ട് നിങ്ങളത് സോൾവ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നെക്സ്റ്റ് മോഷൻ ഇൻ എ പ്ലെയിൻ, അതുപോലെ സ്ട്രേറ്റ് ലൈൻസ് പറയുവാണെന്നുണ്ടെങ്കിൽ ഗ്രാഫ്സ് മാത്രം നോക്കിയാൽ മതി. മോസ്റ്റ് പ്രോബബ്ലി ഗ്രാഫ്സിൽ നിന്ന് മാത്രമാണ് മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈനിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. മോഷൻ ഇൻ എ പ്ലെയിൻ പറയുവാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഫോർമുല ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഫോർമുല ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇപ്പം ലോസ് ഓഫ് മോഷനെ പറ്റി പറയുവാണെങ്കിൽ ഫ്രിക്ഷന്റെ കേസ് മറക്കരുത്. ഓക്കെ, ഫ്രിക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറേ വർഷങ്ങളിൽ കണ്ടിട്ടുണ്ട്. സോ ഫ്രിക്ഷൻ എന്ന് പറയുന്ന സ്റ്റാറ്റിക് ഫ്രിക്ഷനും ഇതൊക്കെ നിങ്ങൾ ഒഴിവാക്കരുത്. അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. പ്ലസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. യെസ്, അടുത്തൊരു പാക്കേജ് ആണ്. വളരെയധികം ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന, കുറച്ചധികം പ്രിപ്പറേഷൻ ടൈം കൊടുക്കേണ്ട 3 ചാപ്റ്റേഴ്സ് ആണ്. വർക്ക്, എനർജി ആൻഡ് പവർ, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ, ഗ്രാവിറ്റേഷൻ. ഗ്രാവിറ്റേഷൻ പറയുമ്പോൾ നിങ്ങൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വേരിയേഷൻസ്, ഡെപ്ത്, ഹൈറ്റ് വെച്ചിട്ട് നമ്മൾ പറയുന്ന വേരിയേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്
എത്ര തന്നെ കിട്ടുന്നു അത്രത്തോളം ചെയ്ത് പഠിക്കാം. കൂടുതലും അവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇനി സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എടുക്കുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, തിയറംസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കണ്ടുവന്നിട്ടുള്ളത്. ഇനി വർക്ക് എനർജി, പവർ ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, അങ്ങനെ നമുക്ക് എന്താ പറയുന്നത് അത്യാവശ്യം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് വർക്ക് എനർജിയിൽ നിന്നും വന്നിട്ടുള്ളത്. സോ അതൊരു സേഫർ സൈഡ് ആണ്, ഒരുപാട് ടെൻഷൻ ഒന്നും അടിക്കാനില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇവിടെ കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതകൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് സോളിഡ്സ് ഓൾമോസ്റ്റ് നമുക്ക് 3 to 4 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന ചാപ്റ്റർ ആണ്. സോ അവിടെ നമുക്കറിയാം സ്ട്രെസ് ഉണ്ട്, സ്ട്രെയിൻ ഉണ്ട്, ഓക്കെ, യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഓസിലേഷൻസ് ആൻഡ് വേവ്സും ഈ പറയുന്നത് പോലെ ഒരു 4 to 5 അല്ലെങ്കിൽ 3 to 5 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയ ആണ് ഓസിലേഷൻസ് ആൻഡ് വേവ്സ് എന്ന് പറയുന്നത്. സോ അതും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത്യാവശ്യമായ ചാപ്റ്റേഴ്സ് നല്ല രീതിയിൽ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടും. ഓക്കെ, യെസ്. അപ്പം ഇനി നമ്മൾ +2 വരുവാണ്. അപ്പം നമ്മൾ നീറ്റിന് പറയുന്ന പോലെ തന്നെ ഇവിടെ +2 പറയുവാണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് വളരെയധികം വെയിറ്റേജ് വരുന്ന, അല്ലെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന ചാപ്റ്റർ ആണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് 3-4 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഡെഫിനറ്റ്ലി ഇലക്ട്രിക് ഫീൽഡ് ഫൈൻഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത്. അതുപോലെ ലോസ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസും വരും. ഇനി കറണ്ട് ഇലക്ട്രിസിറ്റി പറയുമ്പോൾ ഇതുപോലെ നീറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിലും വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. കീമിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിലും വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. അവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ റെസിസ്റ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻസ്, അതുപോലെ കിർച്ചോഫ് ലോസിന്റെ അപ്ലിക്കേഷൻസ്, കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നെക്സ്റ്റ് ഇസ് മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം മാറ്റർ. ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിലും പക്ക ഫോർമുല ബേസ്ഡ്, അതായത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ എല്ലാ ഫോർമുലാസും സെപ്പറേറ്റ് എഴുതി കൃത്യമായിട്ട് പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഈസി ആയിട്ട് അത്യാവശ്യത്തിൽ നല്ല മാർക്ക് മേടിക്കാവുന്ന, കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ചാപ്റ്റർ ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഓക്കെ, സോ മസ്റ്റ് ആയിട്ടും പഠിക്കുക. ഈ ഒരു ചാപ്റ്റർ ഒഴിവാക്കരുത്. അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഓൾമോസ്റ്റ് ഈ പറയുന്ന പോലെ 3 ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചാപ്റ്റർ ആണ്. ആൻഡ് ആ 3 ക്വസ്റ്റ്യൻസും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കിട്ടുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. അത് തീർച്ചയായിട്ടും ക്വസ്റ്റ്യനും വരും. അതുപോലെ തന്നെ നമുക്ക് ചെറിയ സമയം കൊണ്ട് എന്താ പറയുന്നത് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ്. യെസ്, മോഡേൺ ഫിസിക്സ് ആണ്. മോഡേൺ ഫിസിക്സിൽ നമുക്കറിയാം ഒരുപാട് ചാപ്റ്റേഴ്സ് അതിൻ്റെ അടിയിൽ വരുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് DK ആണ്. ഓക്കെ, DK ഒഴിവാക്കിയിട്ട് ആരും ഒന്നും ചെയ്യരുത്. DK ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ന്യൂക്ലിയർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കൽസ് ഒരുപാട് വരും. ദെൻ നെക്സ്റ്റ് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ഇതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുന്നത് ഈസി ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് കണ്ടുവന്നിട്ടുള്ളത്. DK ആണ് കുറച്ചുകൂടെ ഒരു നമുക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് DK ആണ്. പക്ഷെ അതും ഈസി ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഒരു ആവറേജ് ഒരു സ്റ്റുഡൻറ്റിന് അറ്റൻഡ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് അവിടെ നിന്നും വരാറുള്ളൂ. സോ ഇത്രയ്ക്കൊക്കെയാണ് നമ്മുടെ +1 +2 ചാപ്റ്റേഴ്സിൽ ഫിസിക്സിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. ഇനിയും ചാപ്റ്റേഴ്സ് ഉണ്ട്, നമുക്കറിയാം. ഒരുപാട് ചാപ്റ്റേഴ്സ് നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല, അതൊന്നും പഠിക്കേണ്ട എന്ന് പറയുന്നില്ല. പക്ഷെ ഈ ചാപ്റ്റേഴ്സ് ഒഴിവാക്കിയിട്ട് ആരും പോകരുത്. നിങ്ങൾ ലാസ്റ്റ് മിനിറ്റിൽ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഈ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. കണ്ടിട്ടേ നിങ്ങൾ പോകാവുള്ളൂ. ആ വീഡിയോ കണ്ടിട്ട് ഡെഫിനറ്റ്ലി ആ ചാപ്റ്റേഴ്സ് ഒക്കെ ഒരു റൗണ്ട് പോകണം. ഈ ടോപ്പിക്സ് ഒക്കെ സ്പെഷ്യലി മെൻഷൻ ചെയ്തിട്ടുള്ള ടോപ്പിക്സ് എല്ലാം തന്നെ കൃത്യമായിട്ട് നോക്കി പഠിക്കാനും മറക്കരുത്. സോ ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്ന, കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്താൽ മാർക്ക് സ്കോർ ചെയ്യാവുന്ന കുറച്ച് ടോപ്പിക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒഴിവാക്കരുത്. അപ്പം എഗെയിൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ വളരെയധികം ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻസ് ഞങ്ങൾ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ആരും എന്താ പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ഇട്ടോ അതിൻ്റെ സൊല്യൂഷൻ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ ആരും സങ്കടപ്പെടേണ്ട. നേരെ ടെലഗ്രാം ചാനലിൽ പോയാൽ മതി, നിങ്ങളുടെ ക്വസ്റ്റ്യനുള്ള ആൻസർ അവിടെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇനി ടെലഗ്രാം ചാനലിൽ ഞങ്ങൾ ലൈവ് വരുമ്പോഴും നിങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ടൊക്കെ പറ്റും. സോ അങ്ങനെ കിട്ടുന്ന സമയങ്ങളൊക്കെ കൃത്യമായിട്ട് ഞങ്ങൾ ടൈം മെൻഷൻ ചെയ്യും. സോ അങ്ങനെ കിട്ടുന്ന സമയങ്ങളൊക്കെ വളരെ യൂസ്ഫുൾ ആക്കാൻ
പറയുന്നത് അല്ലെങ്കിൽ ഫ്രൂട്ട്ഫുൾ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒരുപാട് പേര് കീമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടായിരിക്കും. സോ അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി കീം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് വരാനിരിപ്പുണ്ട്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും കാത്തിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളിലോട്ട് എത്തുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു എഫേർട്ട് നിങ്ങൾ എടുക്കാനായിട്ട് നോക്കുക. അപ്പം ഒരുപാട് അപ്ഡേഷൻസ് നിങ്ങൾക്ക് കിട്ടും ത്രൂ ടെലഗ്രാം. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ യെസ്, അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. അപ്പം വീണ്ടും അടിപൊളി വീഡിയോസ് ആയിട്ട് പിന്നെയും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ കീം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എല്ലാ ചാപ്റ്റേഴ്സും കീമിന് വേണ്ട എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ സ്പെഷ്യലി കവർ ചെയ്യുന്നതായിരിക്കും. പിന്നെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാമായിട്ട് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരുപാട് സെഷൻസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഞങ്ങളുടെ കൂടെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ ബെസ്റ്റ്.